നമുക്കിന്ന് ഈസി ആയിട്ട് എങ്ങനെ കോളിഫ്ലവർ മഞ്ചൂരിയൻ ഉണ്ടാക്കാമെന്ന് നോക്കാം. വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ബാച്ചേഴ്സിനൊക്കെ എളുപ്പത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു കോളിഫ്ലവർ ചെറുത് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഉപ്പിട്ട് വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കുക. കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി, പുഴുവൊക്കെ പോയി കിട്ടും. എന്നിട്ട് നമുക്കത് ഡ്രെയിൻ ചെയ്തിട്ട് ഒരു സ്പൂണ് കോൺഫ്ലവറും ഒരു സ്പൂൺ മൈദയും കൂടെ ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്ക് ഒരു അരമണിക്കൂർ വെച്ചാൽ മതി. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. കരിഞ്ഞൊന്നും പോണ്ട, ചെറിയൊരു കളറൊന്ന് മാറിയാൽ മതി. നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഇത് മാറ്റിയെടുക്കാം. അത് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിനി കറി ഉണ്ടാക്കാൻ തുടങ്ങാം. എളുപ്പമാണ്, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് എണ്ണ ഒഴിക്കുക. കോളിഫ്ലവർ വറുത്ത എണ്ണ എടുത്താലും മതി. ഇതിനകത്ത് നമുക്കൊരു 4-5 വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒന്ന് ആ പച്ചമണം ഒന്ന് പോകുന്ന വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ഉള്ളിയാണ്. ഒരു സവാളയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ബ്രൗൺ കളറൊന്നും ആവണ്ട, ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി. ഇനി നമുക്ക് മുളക് പൊടി, ഒരു സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടൊന്ന് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് സോസാണ്. ടൊമാറ്റോ സോസും വേണം, സോയ് സോസും വേണം. ഒരു സ്പൂൺ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് സോയ് സോസ് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ടേസ്റ്റിൻ്റെ അളവ് നോക്കിയിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്ത് എടുത്താൽ മതി. ഇതും കൂടി ഒഴിച്ചതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ചിട്ട് നല്ല ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ നോക്കുക. കുറച്ച് ഗ്രേവി മതിയെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ആവാതെ നോക്കിയാൽ മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തി കൊടുക്കാം. ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമുക്കിനി കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു 1/2 to 1 സ്പൂൺ വരെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് തിള വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, 1 സ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ മിക്സ് ചെയ്തതും കൂടി ഒഴിച്ചു കൊടുക്കുക. അത് ചെറുതായിട്ടൊന്ന് കട്ടിയാകും, ഒരു ഗ്രേവി ടൈപ്പ്. അതായത് മഞ്ചൂരിയൻ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് വെള്ളമല്ലല്ലോ, കുറച്ചൊന്ന് കട്ടിക്ക് നിൽക്കണ്ടേ, അതാവാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതൊന്ന് നന്നായിട്ടൊന്ന് ബോയിലാവട്ടെ. കുറച്ച് കട്ടിയായിട്ട് വരും. ഈ നല്ല വെള്ളം പോലെ ഇരിക്കുന്നത് കുറച്ചൊന്ന് കട്ടിയാവും. ലാസ്റ്റായിട്ട് നമുക്ക് ഒരു 1/2 സ്പൂണോളം പെപ്പർ പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അവസാനം നമ്മൾ ടേസ്റ്റ് നോക്കുക, എന്തൊക്കെ വേണം വേണ്ട എന്നൊക്കെ നോക്കി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.